കാളവണ്ടി പോയിട്ടേ അവർക്ക് ബീഫ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. പക്ഷെ കാളയെ അടിക്കുന്ന കണ്ടിട്ടും ലോഡ് എടുക്കുന്ന കണ്ടിട്ടും ഇഷ്ടപ്പെട്ടില്ല, വിഷമം ഭയങ്കര. പക്ഷെ എന്നിട്ട് അവളെ കേറി കേട്ടോ. അങ്ങനെ കാളയും വണ്ടിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഉണ്ടോ പാവമുണ്ട്. അതിനെ എന്തിനാ ഇങ്ങനെ വലിപ്പിക്കുന്നത്? എന്തുവാ ഇങ്ങനെ വലിപ്പിക്കുന്നത് എന്തിനാ? ഇങ്ങനെ കഷ്ടം. നമ്മളെ കാളയും വണ്ടി കയറാനുള്ള ടിക്കറ്റ് എടുക്കുവാണ്. ഒരാൾക്ക് 10 രൂപയാണ്, അങ്ങനെ 2 പേർക്ക് 20 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തു. അങ്ങനെ കാളയും വണ്ടി കയറി ഇരിക്കുമല്ലേ, പോവല്ലേ? വണ്ടിക്കകത്ത് കയറി കാള കൊണ്ടിരിക്കുന്നു, വലിക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടല്ലേ? അയ്യോ അനങ്ങി തുടങ്ങി. ഞങ്ങളെ പറയാ മലയാളീസാ കേട്ടോ. പേരെന്നാ? രാജീവ്. യാ 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 ഞങ്ങളൊരു മാസം കൊണ്ട് ഇങ്ങനെ തമിഴ്നാട് ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. 1 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അന്നിങ്ങനെ ഇവിടെ വന്നേക്ക്. ഞങ്ങൾ 32 ഓ അങ്ങനെ ന്യൂ എഡിസൺ ടെക് ട്രാവൽ എന്ന് പറയും. എൻ്റെ ഒരു അമൽ, ഇത് ബിനീഷ. ഓക്കെ, കാളവണ്ടി കയറിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണല്ലേ? ഇതൊക്കെ സുലഭമല്ലേ? അതെ, പാലക്കാടൊക്കെ അടിപൊളി സ്ഥലമല്ലേ, നല്ല ഭൂപ്രകൃതിയല്ലേ? കൊല്ലം കൂടെ ഉണ്ടല്ലേ? കൊല്ലം ചിന്നക്കട കരിക്കൂട് കേട്ടിട്ടുണ്ടോ? ആ ഭാഗത്താണ്. ആമയ്ക്ക് നടക്കാൻ വയ്യ. ടിക്കറ്റ് എടുത്തില്ല. നമ്മളെ ഭാഗത്ത് വേണമെങ്കിൽ കയറ്റി എടുത്താൽ വിട്ടാലോ? അണ്ണാ പോയി അണ്ണാ സ്റ്റോപ്പ്. അവരെ കയറ്റുമോ? ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആദിയോഗിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഹലോ മച്ചാനെ, എന്തോ കൈ ഇരിക്കുന്നേ? ഇതും മറൈസിന്റെ അല്ലേ? അടിപൊളി. കോമ്പെന്ന് അവര് പറയുന്നില്ലേ? തടിക്കോമ്പ് എന്തോ പറയുന്നേ? വുഡൻ കോമ്പ്. ഓക്കെ, 2 ഉണ്ടല്ലേ? ഇത് പച്ച മരുന്നുണ്ടല്ലോ, അവരെ പ്രത്യേകതര എണ്ണയൊക്കെ ഉണ്ട്. ആ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ടിട്ടാണ് അവർ ഈ ചീപ്പ് നമുക്ക് തരുന്നത്. അന്നേരം അത്രയും സ്പെഷ്യലായിട്ടുള്ള ചീപ്പാണ് കേട്ടോ. ഒരു മണമുണ്ട്, ഒരു ആയുർവേദ. ശരി, നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരെ കോൺടാക്ട് നമ്പർ വെക്കാം അല്ലേ? പിന്നെ അവർ വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ ആമസോൺ ത്രൂ മേടിക്കാം അല്ലേ? ആമസോൺ ത്രൂ വാങ്ങിക്കാം, അതല്ല നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ വേണമെങ്കിൽ മേടിക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ 32ാമത്തെ അല്ലേ, 32ാമത്തെ ജില്ലയായ കോയമ്പത്തൂർ വന്നിരിക്കുകയാണ്. നമ്മൾ കോയമ്പത്തൂർ വന്നതിന് ഒരു കാരണമുണ്ട് അല്ലേ? എന്തായിരുന്നു? നമ്മൾ ഇഷ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലുതായിട്ട് അറിയത്തില്ല. ആദിയോഗിയെ കാണാൻ വേണ്ടി ഞങ്ങൾ വൈകുന്നേരം സമയം തന്നെ വന്നിരിക്കുകയാണ്. കാരണം ലൈറ്റ് ഷോ ഉൾപ്പെടെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ലൈറ്റ് ഷോ 7:30ക്കാണ്. ഞങ്ങൾ ഇപ്പം രാവിലെ ഇറങ്ങി തിരിച്ച് നമ്മൾ കൊടൈക്കനാലും ഫുള്ള് കറങ്ങി തിരിഞ്ഞു. ഇപ്പം വൈകുന്നേരം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഊട്ടി വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂര് നമ്മള് 32ാമത് ജില്ലയുമാണ്. അന്നേരം ഇഷ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അകത്ത് ക്ഷേത്രമുണ്ട്, ക്ഷേത്രം പറ്റുമെങ്കിൽ കയറി കാണണം. പിന്നെ 7:30 ലൈറ്റ് ഷോ. അറിയാലേ, ഒരു മലയുടെ താഴ്വാരത്തായിട്ട് വലിയൊരു ശിവന്റെ പ്രതിമയുണ്ട്. ആ പ്രതിമയ്ക്ക് ലേസർ ഷോ നടത്തുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന മെയിൻ ആയിട്ട് അട്രാക്ഷൻ. അവിടുത്തെ മെയിൻ സംഭവം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടിയാണ്. പിന്നെ ക്ഷേത്രമുണ്ട്, പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ കഴിയും. ഈ ധ്യാനത്തിലിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. അന്നേരം ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇല്ലേ? ഏകദേശം ഞങ്ങൾ ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്ത കിലോമീറ്റർ 250 കിലോമീറ്റർ കൂടുതലാണ് കേട്ടോ. നമ്മള് കാണാൻ വന്ന സാധനം അവിടെ ഉണ്ടല്ലേ? സാധനം അയ്യോ,
പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട്. എന്റെ അമ്പോ ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി തിരക്കല്ലേ. നമ്മളെ വണ്ടി അടി ഇടിക്കുമെന്ന് സംശയമുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി നമ്മളെ കാറേ വളരെ കുറവ്. അങ്ങനെ ബമ്പറൊക്കെ പലയിടത്ത് തട്ടി മുട്ടിയൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് വിഷമത്തിലൊക്കെ ഇരിക്കും. പക്ഷെ ഇവിടുത്തെ റോഡ് വന്നണക്കുള്ളതാണേ. ഇവിടെ ഇടാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഇറങ്ങുമല്ലേ? അങ്ങനെ ആദ്യം കാണാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടതുകൊണ്ട് കാണാനാടാ. ഇവിടെ ലൈറ്റ് ഷോ ഉള്ളത്. ആ ലൈറ്റ് ഷോ നമ്മൾ കാണാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ലൈറ്റ് ഷോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സോങ് ഉണ്ട് അവിടെ. ആ സോങ് നമുക്ക് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓൾ തമിഴ്നാട് യാത്രയിലെ 32ാമത്തെ ജില്ലയിലേ ഒന്ന് ടച്ച് ചെയ്യുക. അത് കോയമ്പത്തൂർ വന്നപ്പം ഇവിടെയാണ് മെയിനായിട്ട് വരാൻ തോന്നിയത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. എന്തുമാത്രം ആൾക്കാരാന്ന് നോക്കേ. ഇതെല്ലാം ഇവിടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ നമുക്ക് പകർത്താൻ കഴിയില്ല. നമ്മളെ വണ്ടിയൊക്കെ പഞ്ചറായി പല ഭാഗങ്ങളിലും. അല്ല, ഇതൊക്കെ അണങ്ങിയിരിക്കുന്ന കാര്യം പറഞ്ഞേ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണോ ക്ഷേത്രത്തിൽ പോകണോ? അങ്ങോട്ട് പോവാം. എന്തായാലും നമുക്ക് പോട്ടെ. പോ വാ. ഇവിടുന്ന് എന്തോ കഴിക്കാൻ കിട്ടും. പൈസ കൊടുത്താൽ കിട്ടും. അത് തന്നെ ഞാനും പറഞ്ഞത്. അവിടുന്ന് എന്തോ കഴിക്കാൻ കിട്ടും. ഓക്കെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പല മണവും ഇവിടേക്ക് വരും. അതിലോട്ടൊന്നും വഴി തെറ്റി പോകാതിരിക്കാൻ ശ്രമിക്കുക. ബെഡാ കാളയില്ലേ, വലിയ കാളകളാണ് കേട്ടോ. ഇതിവിടെ ഒരു സവാരി നടത്തുന്ന കാളകളുണ്ട് കേട്ടോ. അവിടെ പർച്ചേസിംഗിന്റെ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ അതുകൊണ്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മേടിക്കല്ലേ. നോക്കിട്ട് വരാം. നോക്കാം. വാ, ആദ്യം നമുക്ക് കണ്ടിട്ട് പോയാലോ? നമുക്കും പിടിച്ചാലോ? തൊട്ടോ. കാണാം. അറ്റാക്ക് ചെയ്യൂ. പുല്ലോ വൈക്കോലോ മാത്രം കൊടുക്കുക, തൊടാൻ പാടില്ല. എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞതാ. തൊട്ടോ നോക്ക്. യെസ്. വാ. ഒരു കാര്യം, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചേ കാളകൾക്ക് കൊടുക്കാം കേട്ടോ. അതവിടെ ഈ സെയിൽസിന് വെച്ചിരിക്കുകയാണ്. ഒരു ഒരെണ്ണം 50 രൂപയാണ്. അത് മേടിച്ച് നമുക്ക് വേണമെങ്കിൽ കാളയ്ക്ക് കൊടുക്കാം. ആദ്യോഗി നിൽക്കുന്നു പറഞ്ഞ ഒരു വലിയ മല കണ്ടോ. ആ ഒരു മലയുടെ ഒത്ത നടുക്കായിട്ടാണ് നിൽക്കുന്നില്ലേ. ഇത്രയും വലുതാന്ന് പ്രതീക്ഷിച്ചോ? ഞാൻ പക്ഷേ ഇത് ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഷോയും കണ്ടിട്ടില്ലേ? പക്ഷെ ആ ലൈറ്റ് ഷോ ഒക്കെ നേരിട്ട് വന്ന് അനുഭവിക്കുന്ന അതിൻ്റെ ഒരു ഭംഗി നമ്മളെ വീഡിയോ കാണുന്ന കണക്കല്ല. ശരിയാ. ബിനിഷ, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരാണ് വന്നു പോകുന്നത് ഇല്ലേ. അവിടെ എന്തുമാത്രം വണ്ടി കിടക്കുന്നത്. ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ക്ഷേത്രത്തിനകത്ത് എന്തുമാത്രം ആൾക്കാർ കാണുമായിരിക്കും. അതെ. എനിക്ക് നല്ല വിഷമം വരുന്നു. എന്തിന്? ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോയി നല്ലൊരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. നമ്മൾ യാത്രയിലേ ഫോട്ടോ എടുത്തു വെക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഫോട്ടോ എടുത്തു തരാം. ഈ കോസ്റ്റ്യൂം നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇതിനു വേണ്ടി മാത്രം വരുന്നതല്ലല്ലോ. നമ്മളിങ്ങനെ ചുറ്റി പാറിപ്പാറ് നടക്കുമല്ലേ. ഇറങ്ങിയിട്ട് ഇപ്പം എത്ര ആളായി? 1 മാസമായോ? 1 മാസമായില്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് വന്നതല്ലല്ലോ. വീട്ടിൽ വന്നതാണെങ്കിൽ നമുക്ക് ഓക്കെ. നീ പറഞ്ഞതിന് തെളിവുണ്ട്. ആയിക്കോട്ടെ. എന്നെ തൊട്ട് പിറകെ കാണുന്നതാണ് ആദിയോഗി കേട്ടോ. ആ ആദിയോഗിയുടെ മുമ്പിൽ 2 ടവർ കാണാൻ കഴിയും കേട്ടോ. ആ ടവറിൽ നിന്ന് രാത്രി 7:30 കുറേ പ്രകാശങ്ങൾ കടന്നു വരും. ആ പ്രകാശം വന്ന് ആദിയുടെ ദേഹത്തൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ആ അത്ഭുത വിസ്മയം കാണാൻ കഴിയുന്നത്. അത് 7:30 സമയമുണ്ട്. ഞങ്ങളിപ്പം വന്ന് വാച്ചില്ല. എത്രയായി? 5 മണി. 7:30. ഇനിയും ഉണ്ട് 2 മണിക്കൂറില്ലേ. 2 മണിക്കൂറുണ്ടോ? 2.5 മണിക്കൂറോളം. അന്നേരം അത് ആ സമയം വരെ ഫുള്ളിവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാനുള്ള പ്ലാനാണ്. അന്നേരം ഇവിടുത്തെ അന്തരീക്ഷം അടിപൊളിയാട്ടോ. ഒരു പ്രത്യേക വൈബല്ലേ. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ 2 സൈഡും മലകളാണ്. ഈ സൈഡും ആ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തേ. ഈ സൈഡ് ആ സൈഡിലോ ആ സൈഡും കൂടെ കണ്ടോ. ഇതാണ് 2 മലകൾക്ക് നടുവിലാണിത്. കണ്ടോ. അങ്ങോട്ട് മലയില്ല, പക്ഷേ ഇത് ഇവിടെ കണ്ടോ. ഇത് ഫുള്ള് മലയാണ്. ആ മലയുടെ നടുക്കാണ് ആദിയോഗി ഇങ്ങനെ പകുതി കണ്ണ് അടച്ചു വെച്ച്. ഈ ഭാഗത്ത് മലയില്ല.
പകുതിയായിട്ട് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമുണ്ട്. പാമ്പൊക്കെ ദേഹത്തോടെ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയും അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, വൈകുന്നേരം എന്തായാലും വെയിറ്റ്. അന്നേരം ആ ചന്ദ്രകുല ഉണ്ടല്ലോ, ചന്ദ്രകുല ഭയങ്കരമായിട്ട് പ്രകാശിക്കും. ചന്ദ്രകലയുടെ കൊലയല്ല കല, ചെറിയ തെറ്റി വന്നു. ആ ചന്ദ്രകലയൊക്കെ നല്ല രീതിയിൽ പ്രകാശിക്കുകയും ഇവിടെ ഫുൾ ആളായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. മാക്സിമം വെച്ച് ദൂരോട്ടിരുന്നാലേ നമുക്ക് ആ ഒരു കാഴ്ച കറക്റ്റായിട്ട് കാണാൻ പറ്റൂ. ഇവിടെങ്കിലും നിൽക്കണം. ഇവിടെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്നാലും നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. നമ്മളിവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും കേട്ടോ, പക്ഷെ ചെറുതൊന്നും അല്ല കേട്ടോ, ഭയങ്കര സൈസാണ്. കാരണം അവിടെ നിൽക്കുന്ന മനുഷ്യരും ആ കാണുന്നുണ്ടോ, നടന്നു പോകുന്നുണ്ടോ മനുഷ്യരൊക്കെ, എന്തുമാത്രം ചെറുതാ അന്നേരം അല്ലേ. പിന്നെ വേറൊരു കാര്യം, ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ക്ഷേത്രത്തിനകത്ത് കയറാൻ ഫോണോ മറ്റോ ബാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അന്നേരം ആ ഒരു വീഡിയോസൊന്നും നീ വരുത്തില്ല കേട്ടോ അല്ലേ. ബിനീഷയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ, കാരണം ഞങ്ങളേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നതെന്നുള്ളതേ. വിഷമമുണ്ടോ? ആ ഫേസ് കാണുമ്പോൾ അറിയാം ആൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. കാരണം ഇവിടെ വന്ന ആൾക്കാരെ ഒട്ടുമിക്ക എല്ലാവരും നല്ല ഡ്രസ്സിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ, ഞങ്ങളിങ്ങനെ കിടന്ന് കറങ്ങുമല്ലേ. 1 മാസമായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ 3 ജോഡി ഡ്രസ്സുണ്ടല്ലേ, ആ 4 വാഷ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, വണ്ടിക്കകത്താണ് വാഷ് ചെയ്തിടുന്നത്, ഓട്ടത്തിൽ ഉണങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് ഈ ഡ്രസ്സേ പറ്റൂ, ഇങ്ങനെ പറ്റൂ അല്ലേ. അന്നേരം നമ്മൾ ആദ്യം അടുത്തെത്താറായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം നമുക്ക് ഈ വിചാരിക്കുന്ന വലിപ്പത്തിൽ അല്ല, ചിലപ്പം ചെറിയൊരു മൂലയായിരിക്കും കാണാൻ പറ്റുന്നില്ലേ. ഇപ്പം ഞങ്ങൾ ഒരുപാട് അടുത്തോട്ട് എത്തി കേട്ടോ. കണ്ടോ വലിപ്പം മാറിയുണ്ടോ? ബിനീഷേ ഒന്ന് ഫ്രണ്ടിൽ നടന്നേ, നടക്ക് നോക്കട്ടെ. കണ്ടോ ബിനീഷയ്ക്ക് ഇച്ചിരിയേ ഉള്ളൂ ഇപ്പം അല്ലേ. പിന്നെ ഇന്ന് കാർത്തികയാണ്, ഇന്നലെയും കാർത്തികയായിരുന്നു. കാരണം ഇന്നലെയും കാർത്തിക എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വിളക്ക് കത്തിക്കുന്നത് കണ്ടായിരുന്നില്ലേ, മൺചിരാത് കത്തിക്കുന്നത് കണ്ടായിരുന്നു. ഇന്ന് ഇവിടെ കത്തിക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ, അതിൻ്റെ മുകളിൽ കണ്ടോ കത്തിക്കുന്നുണ്ടോ. കത്തിച്ച് തുടങ്ങിയോ ഒരു, അത് വെച്ച് തുടങ്ങുന്നേയുള്ളൂ, വെച്ച് തുടങ്ങുന്നുള്ളൂ. പക്ഷേ ആദ്യമൊക്കെ നിൽക്കുന്ന നിപ്പ് ഉണ്ടോ, എന്നാ രസമല്ലേ. പകുതി കണ്ണ് പകുതി ഇങ്ങനെ എന്താ ഈ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്നല്ലേ പെമ്പിള്ളാര് വന്ന് ഡാൻസ് ഒക്കെ. അതെ 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 അതെ, ഒരു ഡാൻസ് കളിച്ചാലോ? അയ്യോ വേണ്ട, അതും ഈ കോസ്റ്റ്യൂം ഞാൻ തീരെ കോൺഫിഡന്റ് അല്ലേ ഈ കോസ്റ്റ്യൂം. ആ കാണുന്ന ടവർ ഉണ്ടോ, ആ ടവറിൽ നിന്നാണ് ഈ പറയുന്ന ലേസർ രശ്മികൾ വരുന്നത്, വെട്ടം വരുന്നതേ. വെട്ടം വന്ന് അവിടെ ലൈറ്റ് വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ, അവിടെയുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ കാണുന്നത്, ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് കാണും. വരുന്ന പകുതി മുക്കാൽ ആൾക്കാരുടെ കയ്യിലും ഫോണുണ്ടല്ലേ, എല്ലാവരും ഷൂട്ടിങ്ങാണ്, അവരുടെ രീതിക്കുള്ള ഷൂട്ടിങ്ങിലല്ലേ. അവിടെ എല്ലാ ആൾക്കാരും ഷൂട്ടിങ്ങാണ്. നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കാഴ്ചയാണ് കേട്ടോ. യോഗ ചെയ്യുന്നുണ്ടോ, 1 ഒരാൾ പ്രതിപ്പോണ്ട്, 2, 3, 4 ഉണ്ടോ യോഗ ചെയ്യുന്നുണ്ടോ. കുറച്ചുകൂടെ മാറി അങ്ങോട്ടാണ് നമ്മൾ ആ ക്ഷേത്രമൊക്കെ വരുന്നത്, ആ ഭാഗത്താണ് ക്ഷേത്രം വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും, യോഗ ചെയ്ത ഒരുപാട് പേരെ കാണാൻ പറ്റില്ലേ. എനിക്കറിഞ്ഞൂടാ, ഇവൻ പറഞ്ഞതാ. എനിക്കറിഞ്ഞൂടാ, ഇവൻ പറഞ്ഞതാ. ഞാൻ ഫസ്റ്റ് ടൈമാ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ, എന്തായാലും സമയം ഒരുപാടുണ്ട്. ആദ്യ യോഗയുടെ ഓരോ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു ഡാമേജ് കാണാൻ കഴിയുന്നുണ്ട്, നീ കണ്ടോ ഈ ഭാഗത്ത് എന്തൊക്കെ അല്ലേ. പക്ഷെ അങ്ങോട്ട് ചെന്നെത്താൻ പറ്റുന്നില്ലായിരിക്കും ആൾക്കാർക്ക്, ചിലപ്പം ക്രെയിനൊക്കെ കാണുമായിരിക്കും അല്ലേ. അവിടെ വിളക്ക് കത്തിച്ചു തുടങ്ങി കേട്ടോ. കാർത്തികയല്ലേ, ഒരു കാളയും വണ്ടിയാണ് എല്ലാം കാണുന്നത്. നമുക്ക് അതിനകത്ത് കയറി സഫാരി നടത്താം കേട്ടോ, യാത്ര നടത്താം. പക്ഷേ ഈ മലനിരകളാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ആകാശം മുട്ട ഇങ്ങനെ തട്ടി നിൽക്കാം. ബിനീഷ ഒന്ന് കയറിയാലോ, താല്പര്യമുണ്ടോ? ഒന്ന് കയറിന്റെ ക്ഷീണം ഇതൊക്കെ മാറിയിട്ടില്ലല്ലേ. അത് കണ്ടോ, നിന്നെ വിളിച്ച് കാണിച്ചില്ലെന്ന് പറയല്ലേ കൊച്ചിന്റെ മുടി. അല്ല ഇവൻ തന്നെയാ പറഞ്ഞത്, ഞാൻ ഇവനെ ഒന്നും വിളിച്ച് കാണിക്കുന്നില്ല, നല്ല പെമ്പിള്ളാരെ കണ്ടാ കാണിക്കത്തില്ലെന്നൊക്കെ. ഇവിടെ നിറച്ച് നെൽകൃഷി കേട്ടോ അല്ലേ. ഇത് കരനെല്ലാന്ന് തോന്നില്ലേ കണ്ടിട്ട്, കാരണം വയലായിരുന്നെങ്കിൽ വെള്ളം വേണ്ടേ, വെള്ളം ഇല്ലല്ലോ. ഇത് കരനെല്ല ഫുള്ള്. കരനെല്ലാകുമ്പോ അതിന്റെ പ്രത്യേകത എന്താ? വെള്ളത്തിൽ കിടക്കുന്ന ടൈപ്പും അല്ല,
ആവശ്യമുള്ള വെള്ളം മാത്രം മതി. അപ്പുറം എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം കൃഷിയാണ് കേട്ടോ. അവിടെ ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട് കേട്ടോ, യോഗ ചെയ്യുന്നുണ്ട്. യോഗ ഒരാളുടെ പ്രൈവസിയാണ്, അത് ഷൂട്ട് ചെയ്യരുത്. ആണോ? ഓക്കെ, ഓംബ്ര സമ്മതിച്ചു തന്നു. നീ ഒതുങ്ങിയാടാ, വണ്ടിയൊക്കെ വരില്ല. അപ്പോൾ ആ വണ്ടിയുടെ കൂടെ അങ്ങ് വീട്ടിൽ പോകും. എവിടെ പോയി നിൽക്കുമെന്നറിയോ? അതാണെങ്കിൽ ഓടിക്കുന്നവരപ്പച്ചനും. ആ ഒരു വണ്ടി വരുന്നത്, അത് ഏത് വണ്ടിയാണ് നോക്കാം. B6 ആണെന്ന് മനസ്സിലായി. TN തമിഴ്നാട് വണ്ടിയാണ്. തമ്പുരാനറിയാം. അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഇരുന്ന് യോഗ ചെയ്യുന്നുണ്ട്. അത് കണക്കതോ അവിടെ ഒരു ലേഡി അവിടെ കിടന്ന് ഉറങ്ങുന്നു. വിദേശികളാട്ടോ അതൊക്കെ അല്ലേ? അതൊക്കെ വിദേശികളാണ്. ഇത് സ്വദേശിയ. ശബരിമല സീസൺ ആയതുകൊണ്ടേ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവിടെ അവിടെ നിൽപ്പുണ്ട്, നടന്നു പോകുന്നു, അവിടെ നിന്ന് വരുന്നു. അവിടെയൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഇവിടെ ബാക്ക് സൈഡ് കേട്ടോ ഇത് കണ്ടോ, ഇതാണ് ബാക്ക് സൈഡ് കണ്ടോ. ആ ചന്ദ്രക്കല ജസ്റ്റ് ചെറുതായിട്ട് ആ വെള്ള നിറത്തിലുള്ളത് നമുക്ക് ബാക്കിൽ നിന്ന് കാണാൻ കഴിയും. കണ്ടോ, ആൾക്കാർ അങ്ങോട്ട് പോകുന്നതിന് അറിയോ, അവിടെ ക്ഷേത്രമാണുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ ഈ കാള വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ കാണാൻ കഴിയും. അത് നമുക്ക് കാണാം. പോയില്ലേ? പോണം, വാ. ഇവിടുത്തെ ദൈവം ഇതാണ് കേട്ടോ, ആരാധിക്കുന്ന ദൈവങ്ങളെ. ഒരുപാട് ആൾക്കാർ വരും കേട്ടോ, ഒരുപാട് പേരിങ്ങനെ വന്ന് പോകുന്ന കാണാൻ പറ്റും. ഒരു സ്വാമി വരുന്നുണ്ടോ? ഇതൊക്കെ നേപ്പാളിലൊക്കെ ഉള്ളവരായിരിക്കും. ഉണ്ടോ? ഇവിടുത്തെ വരുന്ന സ്വാമിയാണ്. ഇവിടുത്തെയോ? ഇവിടെ നിൽക്കുന്നതായിരിക്കുമല്ലോ. കുറേ അടിക്കുകയും ചെയ്യും. അവിടെയുണ്ട് ആൾക്കാർ കേട്ടോ, അതിനകത്ത് നിറച്ച ആൾക്കാരാ. പൂവൊക്കെ വെച്ചിരുന്ന് പോകുന്നുണ്ടോ? ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് ആഹാരമൊക്കെ മേടിച്ച് കഴിക്കാം. പിന്നെ ബസ്സുകൾ കിടക്കുന്നുണ്ടോ, ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന് കണ്ടോ, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നേരം ഇരുട്ടി വരുന്നില്ലേ? 5:45. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഏകദേശം 5:45 ആകുമ്പോഴത്തേക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ഇരുട്ടി ഇരുട്ടുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പാട്ടൊക്കെ പാടുന്നല്ലേ എല്ലാരും നമശിവായത് ചെല്ലുമ്പോ ഞാൻ കാടിളക്കി വരണ കൊമ്പൻ. ഇവിടെ മോമോസ് കിട്ടും. ചിക്കൻ മോമോസ് കിട്ടും. ചിക്കൻ കിട്ടും. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. കണ്ടതാ, നമുക്ക് മോമോസ് വാങ്ങിയാലോ? മോമോസ് എല്ലാം വാങ്ങി തരാം. നമുക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്ത് തരാം. ഇത് ഫ്രീ സർവീസ് ആണെന്ന് തോന്നുന്നുണ്ടോ. ഒരുപാട് പേര് വണ്ടി കയറി പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഗിരീഷ, കണ്ടെന്താ വേണം? മൊമോസ്. അത് വെജിറ്റബിൾ ആണ്. നീ കഴിക്കുന്ന ചിക്കൻ മൊമോസ് അല്ലേ കഴിച്ചോണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് വേണ്ട. നീ പറഞ്ഞ പെൺകൊച്ചു തോണ്ടേ മുടി വളർത്തിയേ. നീ അതിന്റെ ഫോട്ടോ അധികം എടുക്കണ്ട, അവര് നിന്റെ ഫോട്ടോ അധികം എടുക്കും. അതിനെ നീ ഹൈ റെസല്യൂഷനിൽ സൂം ചെയ്യാൻ നിൽക്കണ്ട. അതിന്റെ കൂടെ നിൽക്കുന്ന അതിന്റെ ഭർത്താവാന്ന് തോന്നും. അവര് നിന്നെ സൂം ചെയ്ത് വലിച്ചൊട്ടിക്കും. ഓയ് ഇതും തുടങ്ങി. നീ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലുണ്ടല്ലോ, നീ ആ പാട്ട് കേട്ടിട്ടില്ലേ, ഞാൻ അടിച്ചാ താങ്കം മാട്ടെ 4 മാസം തൂക്കം മാട്ടെ. അവന്റെ കയ്യിൽ നിന്നൊന്നെങ്ങാനും കിട്ടിയാൽ തീർന്നു. ഒരുപാട് കടകളുണ്ടല്ലേ ഇവിടെ. നമ്മളെ ക്ഷേത്രത്തിനകത്തോട്ട് പോകുന്ന വഴിയില്ല കാണുന്ന കേട്ടോ. നമുക്ക് അങ്ങോട്ട് വീഡിയോ അലോഡല്ല അല്ലേ? ശിവന്റെ ഒരു വലിയൊരു പ്രതിമ ഇരിക്കുന്നുണ്ടോ? നല്ല തിരക്കില്ലേ?
ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് തിരിച്ചു പോകുന്നു. ആണ്ടേ ഇവിടുത്തെ കാലികളെ വളർത്തുന്ന സ്ഥലം ഗോശാല എന്ന് പറയില്ലേ? വിനീഷ നീ കയറുന്നോ? വിനീഷ ഇതിനകത്ത് കയറത്തില്ല. എന്താ കയറാത്ത കാരണം? അതിനെ വെച്ച് വലിപ്പിക്കുന്നുണ്ടോ? കാളെ വെച്ച് വലിപ്പിക്കുന്നുണ്ടോ? കമ്പളത്തിലല്ലേ, കാളവണ്ടി കയറുന്നു. കാളവണ്ടിയിലും കയറുന്നില്ല, അമ്പലത്തിലും കയറുന്നില്ല. ഓക്കെ ആണോ? ശരിയാണോ? വിനീഷ എന്നിട്ട് തിരിച്ചു പോകല്ലേ? ഇവിടെ ഒരുപാട് കടകളുണ്ട്, കാളയും വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ കയറണമെങ്കിൽ കയറിപ്പോയല്ലേ. പക്ഷെ വിനീഷ കയറത്തില്ല. ഒരു ടീം ഇതാ വരുന്നു, ഒരു വണ്ടി നിറച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കയറാൻ പറഞ്ഞാൽ വിനീഷ കയറത്തില്ല. അതിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമെന്നാണ് വിനീഷ പറഞ്ഞു വരുന്നത്. കഷ്ടപ്പെടുത്തുന്നില്ലേ? അതിനെ ഭയങ്കര ആരോഗ്യം ഇതൊക്കെ സാര കാര്യമൊന്നുമല്ല. കാളയ്ക്ക് ഭയങ്കര ആരോഗ്യം. അതിന് നല്ല ആഹാരം നമുക്ക് ഇലക്ട്രിക് വണ്ടി വരും, അത് കയറിപ്പോയാലോ? അത് പൈസ കൊടുക്കണമായിരിക്കും. ഞങ്ങളെ ക്യാഷ് ഇല്ലായിരുന്നു, അങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ ചെന്ന് കാളയും വണ്ടിക്കകത്ത് കയറാം വിനീഷ എടുത്ത് പറഞ്ഞു. വിനീഷ വേണ്ടെന്ന് പറഞ്ഞാണ്. എന്നാലും എൻ്റെ നിർബന്ധത്താൽ കയറാൻ തീരുമാനിച്ചു. കോഴി കഴിക്കും, ബീഫ് കഴിക്കും. അതിനൊന്നും പ്രശ്നം അവൾക്കില്ല. അങ്ങനെ ഇപ്പൊ എന്തോ സംഭവിച്ച കൈ ക്യാഷ് ഇല്ലായിരുന്നു. ഞങ്ങളവിടെ ATM പോയി ക്യാഷ് എടുക്കാൻ നോക്കിയിട്ട് ക്യാഷ് എടുക്കാൻ പറ്റുന്നില്ല. ഗൂഗിൾ പേ മാത്രം വർക്ക് ചെയ്യുന്നില്ല. പിന്നീട് ഞങ്ങൾ എന്താ ചെയ്തു, ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് 20 rupees തരുമെന്ന് ചോദിച്ചു. അങ്ങനെ QR കോഡ് സ്കാൻ ചെയ്ത് ഒരു 50 rupees അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 50 നമുക്ക് തിരിച്ചു തന്നില്ലേ. നമ്മളെ കാളയം വണ്ടി കയറാനുള്ള ടിക്കറ്റ് എടുക്കുവാണ്. ഒരാൾക്ക് 10 രൂപയാണ്, അങ്ങനെ 2 പേർക്ക് 20 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തു. കുഴപ്പമില്ല, വെച്ചോ. അടുത്ത വണ്ടി വന്നു, കയറിക്കോ. ആളാ ഫുള്ളായി. കയറി. അടുത്ത വണ്ടി വരട്ടെ. അടുത്ത വണ്ടി ഞാൻ പിന്നെ കാള വണ്ടി കയറിയിരിക്കുമല്ലേ, പോവല്ലേ? വണ്ടിക്കകത്ത് കയറി കാള കൊണ്ടിരിക്കുന്നു, വലിക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടല്ലേ? അയ്യോ അനങ്ങി തുടങ്ങി. എന്താ പതുക്കെ പോകത്തോള്, ഒരു 5 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ. ഒരു അമ്മച്ചി വന്ന് നമ്മളെ വണ്ടി ഞങ്ങൾക്ക് ഇരിക്കാൻ സമയം. ഞങ്ങള് ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരു അമ്മച്ചി ഇവിടുത്തെ കയറിയിരുന്നു. പിന്നെ അവരിറക്കിയിട്ട് ഞങ്ങളെ കയറ്റി. അടുത്ത വണ്ടി വരുന്നു, ആൾക്കാർക്ക് കയറി ഇങ്ങനെ പോകാം കേട്ടോ. അതെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ചാണകമാ? അതല്ലെന്നേ, മോമോസ് ഇപ്പൊ കടന്നങ്ങ് പോകും. മോമോസ് അതാ ബുദ്ധിപരമായിട്ട് മൂവ് ചെയ്ത് ഞാൻ. ഒരു മോമോസിന്റെ ലാഭം എത്ര വരുമെന്നറിയോ? 20 രൂപയ്ക്ക് അതേ ഒതുക്കി. അങ്ങനെ അതുകൊണ്ട് നമ്മൾ കാളവണ്ടിയും കയറിയില്ലേ? നീ ജീവിതത്തിൽ കയറിയിട്ടുണ്ടോ കാളവണ്ടിക്കകത്ത്? ഞങ്ങൾ കാളവണ്ടി കയറി ഇങ്ങനെ യാത്ര ചെയ്യും കേട്ടോ. പശു അല്ല, അത് കാളയാണ്. കാളെ കൊണ്ട് പാലും കിട്ടത്തില്ല. അതിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും കുറച്ച് പണി ചെയ്യിപ്പിക്കണ്ടേ. പക്ഷെ അടിക്കണ്ട കേട്ടോ, അടിക്കുന്നുണ്ട് കേട്ടോ. കുണ്ടി അടികൊണ്ട് തഴമ്പിച്ചത്. ഓ നിന്റെ മോമോസ് കട കഴിഞ്ഞോ? അങ്ങനെ ഈ കടയില്ലേ മോമോസ് കട? ഒരു കാര്യം നമുക്ക് ഇവിടെ നിർത്തിയിട്ട് അങ്ങേറ്റം പോയിട്ട് തിരിച്ചു തരാം. പിന്നെ ഇവിടെ നടന്നു. അടുത്ത വണ്ടി വരുന്നുണ്ടോ? ഇത് കണക്കാണ് നമ്മളെ വണ്ടി പോകുന്നത്.
കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇതില്ലേ സത്യം പറഞ്ഞ നോൺ സ്റ്റോപ്പാന്ന് തോന്നുന്നല്ലോ ഇത്. ആമയ്ക്ക് നടക്കാൻ വയ്യ. ടിക്കറ്റ് എടുത്തില്ല. നമ്മളെ ഭാഗത്ത് വേണമെങ്കിൽ കയറ്റി വിട്ടാ വിട്ടാലോ? അണ്ണാ അണ്ണോയ് അണ്ണാ സ്റ്റോപ്പ്. അവരെ കയറ്റുമോ? ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഞാൻ വിചാരിച്ച അവരെ ക്യാമറ കയറ്റാന്ന് വിചാരിച്ചു. ക്യാമറ ഇരിപ്പുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന്. ഏട്ടാമയ്ക്ക് നടക്കാൻ വയ്യ. ഈ വണ്ടിക്ക് റേറ്റ് കൂടുതലായിരിക്കും. അത് ശരിക്കും ആളുള്ളൂ അല്ലേ? എനിക്ക് അമ്മ നടന്നു കണ്ടിട്ട് രസം തോന്നുന്നു. സാരമില്ല, വിട്. നമ്മളെന്തായാലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടോ വിളക്ക് കത്തിച്ചിരിക്കുന്നത്? ഓ, ഇന്ന് കാർത്തികയല്ലേ, അതിന്റെ വിളക്ക് കത്തിച്ചിരിക്കുന്നത്. നമ്മൾ എത്താറായിട്ടാ, ആദ്യമൊക്കെ എടുത്ത് എത്താറായി. അവിടെ എല്ലാം വിളക്ക് കത്തിച്ച് നമുക്ക് അത് കാണാം. ഇപ്പൊ ചെന്ന് കാണാല്ലേ? കുറച്ച് സമയത്തിനുള്ളിൽ DJ വരും. പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവരെ ചെയിൻ സർവീസ് ആണെന്ന്. ഒന്ന് അങ്ങോട്ട് പോയാൽ അടുത്ത എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ അങ്ങോട്ട് പോയി 2 എണ്ണം പോയില്ലേ നമ്മളിപ്പം നിലവിൽ. ഇത് അവിടെ ചെന്ന് അടുത്ത ആൾക്കാരെ കയറ്റി ഇങ്ങോട്ട് വരും. ഇടയ്ക്ക് ഈ കാളയും മാറ്റുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അതിന് ക്ഷീണം എടുക്കത്തില്ല. ഇത്ര ദൂരം നടക്കേണ്ടി വരും ഇത്രയും വെയിറ്റിംഗ് കൊണ്ട്. അവിടെ തപസ് ചെയ്തവരൊക്കെ എഴുന്നേറ്റ് പോയിരിക്കുന്നു. ഹായ് ഇനീഷേ. കാളവണ്ടി പോയിട്ടേ അവൾക്ക് ബീഫ് കഴിക്കാൻ, ചിക്കൻ കഴിക്കാം. പക്ഷെ കാളെ അടിക്കുന്ന കണ്ടിട്ടും ലോഡ് എടുക്കുന്ന കണ്ടിട്ടും ഇഷ്ടപ്പെട്ടില്ല. വിഷമം ഭയങ്കര. പക്ഷെ എന്നിട്ട് അവളെ കേറി കേട്ടോ. അങ്ങനെ കാളയും വണ്ടിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഹായ്. എവിടെ സ്ഥലം? പാലക്കാട്. ഞങ്ങൾ കൊല്ലം. ഞങ്ങളെ പിറകെ മലയാളീസാ കേട്ടോ. പേരെന്നാ? രാജീവ്. യാ 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 യാ. ഞങ്ങളൊരു മാസം കൊണ്ട് ഇങ്ങനെ തമിഴ്നാട് ഫുള്ള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അന്ന് ഇങ്ങനെ ഇവിടെ വന്നേക്ക്. ഞങ്ങൾ 32 ഓ അങ്ങനെ. ന്യൂ എഡിസൺ ടെക് ട്രാവൽ എന്ന് പറയും. എൻ്റെ ഒരു അമൽ, ഇത് ബിനീഷ. ഓക്കെ. കാളവണ്ടി കയറിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണല്ലേ? പാലക്കാടെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ സുലഭമല്ലേ? അതെ, പാലക്കാടൊക്കെ അടിപൊളി സ്ഥലമല്ലേ? നല്ല ഭൂപ്രകൃതിയല്ലേ? കൊല്ലം കൂടെ ഉണ്ടല്ലേ? കൊല്ലം ചിന്നക്കട കരിക്കൂട് കേട്ടിട്ടുണ്ടോ? ആ ഭാഗത്താണ്. ഇവിടൊക്കെ വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. ചെറിയ കിണ്ണത്തിലേ. കാർത്തികല്ലേ? ഇന്നലെയും കാർത്തികയായിരുന്നോ? അല്ല, ഇന്നലെയും പല സ്ഥലങ്ങളിൽ കത്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ. 3 ദിവസം ഉണ്ടാവൂല്ലേ? ഓ അങ്ങനെയല്ലേ? അല്ല, ഞങ്ങളെ നാട്ടിൽ ഒരു ദിവസമേ ഉള്ളേ. ആ ആണല്ലേ? ഓ, ആദ്യോഗിതോ ഫുള്ള് കത്തി നിൽക്കുന്നുണ്ടോ? അവിടെ കത്തിക്കല്ലേ, സോറി. ദീപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഇത് നമ്മളെ ആദ്യോഗി അടുത്ത് എത്താറായി. ഞങ്ങൾ ഈ സൈഡ് ആയതുകൊണ്ട് ആദ്യോഗിയെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് കാണാം. പക്ഷെ ആകാശം നോക്കേ. നീ നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് കയറിയ മലയുടെ അത്ര ഹൈറ്റ് ഇല്ലല്ലേ? ഇല്ല. അന്നേരം ഞങ്ങൾ വണ്ടി വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നിഷ ഓക്കെ അല്ലേ? ഈ കുതിരയാണ് ഈ കാളയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടത്. ഓക്കെ. അടുത്ത ടീംസ് വന്നോ. അതിൽ ചേച്ചി വണ്ടി ഓടിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ ഏറ്റവും പിറകിൽ വന്നു. അന്നേരം 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ ഈ വണ്ടി വന്ന് ഇറങ്ങാം. അതെ, ഇവിടെ വരെ വന്നിറങ്ങാം. ഓ ചേച്ചി എക്സ്പെർട്ട് കേട്ടോ. എന്നാ ഓട്ടിപ്പോ നോക്കേ. ഇഷ
ഇവിടെ പാസ് എടുക്കണം. നമ്മളെ കാള വരുന്നു കേട്ടോ. ഇല്ല, വണ്ടി വരുന്നു. ആദിയോഗിയുടെ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ, ചെറിയ വെട്ടം. അല്ല, നമ്മളെ കൂടെ ഉള്ള ആളെന്തി എവിടെ പോയി? ഞാൻ ആ വണ്ടിയുടെ അവിടെ പെട്ടുപോയി. നമ്മൾ ലേസർ ഷോ നടത്തുന്നത് ഈ കാണുന്ന 2 ടവറാണ്. ഒരു ടവർ ഇതാണ്, ഇതാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഒരെണ്ണമുണ്ട്. എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. അതെ 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 അതെ. പക്ഷെ ഇവിടുന്ന് സിറ്റി പോയിട്ട് വേണം നമുക്ക് സ്റ്റേ നോക്കാനായിട്ട്. അതാണ് ടാസ്ക്. നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ചെന്നൈയിൽ ലേറ്റ് ആയില്ലേ? പിന്നെ ഇന്നലെ എന്തുവായിരുന്നു? ഇന്നലെ ലേറ്റ് ആയി ഒരുപാട്. ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരു 9:30 10 o'clock ആയപ്പോഴാണ് നമുക്ക് സ്റ്റേ കിട്ടിയത് അല്ലേ? 9:30 സ്റ്റേ കിട്ടുമ്പോൾ. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കില്ലേ ഇത് കത്തിക്കുന്നത്? പിന്നല്ലാതെ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അവിടെ പോയി ഇരിക്കണം. കാല് നല്ല വേദനയുണ്ട്. ആണേ ആ ഷട്ടർ ഉയർത്തുമ്പോഴും അതിനകത്താണ് എൻ്റെ ലേസറും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പുറത്തും കൊണ്ടുവരണം കേട്ടോ. അടിപൊളി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ദീപം. ഇവിടെ ഒരുപാടുണ്ട്. എല്ലാം കത്തിച്ചോടെ. ഇത് എപ്പം കത്തിച്ച് തീർക്കും ഇവര്? അന്നേരം ഇത് ലേറ്റ് ആവും കേട്ടോ വിനീഷ. ഇന്ന് ഷോ തുടങ്ങാൻ ലേറ്റ് ആവും കേട്ടോ. ഇതെല്ലാം കത്തിക്കാനുള്ളേ. ഇന്നിനി ഉണ്ടോന്ന് ആർക്കറിയാം. ഇന്നത്തെ ദിവസം കാണാൻ നല്ല തിരക്ക് കണ്ടില്ല. ഇത്ര ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാ. നമുക്കങ്ങ് പുറകിൽ പോയി നിൽക്കാം. അന്നപ്പോ നല്ലതായിട്ട് കാണാം. അങ്ങനെ ആദിയോഗിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. കുറേ ബാക്കിലോട്ട് ഇരിക്കുവാണ്. ഇപ്പം നിലവിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല അല്ലേ? പക്ഷേ ആദിയോഗി ഉണ്ട്, നിൽക്കുന്നുണ്ടോ? അങ്ങനെയുണ്ട്. ആ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. അന്നേരം ഇപ്പം നിലവിലിപ്പം 5:45 അല്ല 6:45 നോക്കേ. 6:30 ആകാൻ പോകുന്നേ ഉള്ളൂ. 7:30ക്കാണ് ഷോ കേട്ടോ. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അതുപോലെ കാർത്തിക ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവിടെ ഒരുപാട് മൺചിരാതുണ്ട്. അതെല്ലാം കത്തിച്ച് തീർന്നതിന് ശേഷമേ നമുക്കിത് തുടങ്ങത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഷോ തുടങ്ങാൻ പോവാ കേട്ടോ. ഷോ തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ്. ഒരാൾ ഇതോ നടുക്ക് വന്നിരിക്കുന്നത്. ആളിരിക്കത്തില്ലേ? ശിവൻ മൊത്തത്തിൽ നീല നിറത്തിലങ്ങ് നിറഞ്ഞില്ലേ? അതെ അതെ അതെ. ആ ചന്ദ്രക്കല നിൽക്കുന്നുണ്ടോ നീ? കണ്ടാ വെട്ടിത്തിളങ്ങുന്നുണ്ടോ? ആള് പോയി 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 പോയി. ഞാൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷെ കുറച്ച് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. സൗണ്ടൊക്കെ വന്നു തുടങ്ങി. ഇനി കോപ്പിറൈറ്റ് വരും. എന്നിട്ട് ഇനി അവിടെ മ്യൂട്ടായിരിക്കും. ഓക്കെ. Welcome you all to Adiyogi Divya Darshanam. Adiyogi Divya Darshanam is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, please avoid using your mobile phone torchlights during the show. There will be an offering of Aarati to the Yogeshwar Linga after Adiyogi Divya Darshanam.
ആകാശം മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വേറെ കൊണ്ടല്ല, നമ്മുടെ വണ്ടി എടുത്ത് പെട്ടെന്ന് അടുത്ത് നാട് പിടിക്കണം. അല്ലെങ്കിൽ കൊണ്ട് പ്രശ്നം എന്താ അറിയോ, നമ്മള് ബ്ലോക്കിൽ പെടും, ട്രാഫിക്കിൽ പെടും, പണി കിട്ടും, നമുക്ക് അടുത്ത ജില്ല പിടിക്കാനായിട്ട് പറ്റത്തില്ല. അയ്യോ മതി.